പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന 10 ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ഉറപ്പായും നിങ്ങളുടെ സുവോളജി എക്സാമിന് വന്നിരിക്കും. ഇത് ഞാൻ തരുന്ന അല്ല ഞങ്ങൾ തരുന്ന വാക്കാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The uterus is single and it is called as womb. യൂട്രസിനെ നമുക്ക് എന്തെന്ന് കൂടി വിളിക്കാം? womb എന്ന് കൂടി വിളിക്കാം. അങ്ങനെയാണെങ്കിൽ name the 3 layers of human uterus. ഹ്യൂമൻ യൂട്രസിലെ 3 ലേയേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലെ, ഏറ്റവും പുറമെ കാണുന്ന ലെയറിനെ പെരിമെട്രിയം എന്ന് വിളിക്കും. ഇറ്റ് ഇസ് തിൻ. ആൻഡ് ഈ മിഡിൽ മോസ്റ്റ് ലെയർ നമ്മൾ മയോമെട്രിയം എന്ന് വിളിക്കും. അത് വളരെ തിക്ക് ആയിട്ടുള്ള സ്മൂത്ത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലെയർ ആണ്. ആൻഡ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഇസ് കോൾഡ് ആസ് എൻഡോമെട്രിയം ആൻഡ് ദാറ്റ് ഇസ് എ തിൻ ലെയർ. അടുത്ത ചോദ്യം, നെയിം ദ ലെയർ വിച്ച് എക്സിബിറ്റ്സ് സ്ട്രോങ് കോൺട്രാക്ഷൻ ഡ്യൂറിംഗ് ഡെലിവറി ഓഫ് ദ ബേബി. അതായത് പ്രസവ സമയത്ത് ഏറ്റവും കൂടുതൽ കോൺട്രാക്ഷൻ നടക്കുന്നത് ഏത് ലെയറിലാണ് എന്നാണ് ചോദ്യം. അത് മിഡിൽ ലെയർ ആയിട്ടുള്ള മയോമെട്രിയം ആണ്. മയോമെട്രിയം. Next question, name the layer that undergoes cyclic changes during menstrual cycle. Menstrual cycle സമയത്ത് cyclic changes നടക്കുന്ന glandular layer ഏതാണെന്ന ചോദ്യം. That is innermost layer ആയിട്ടുള്ള endometrium. It is the glandular layer which undergoes cyclic changes during menstrual cycle. Cervical canal along with vagina forms. അതായത് cervical canalum vaginയും കൂടിയാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അതായത് birth canal അല്ലേ? It is called as birth canal. Okay അല്ലേ? അടുത്ത ചോദ്യം, the graph given below shows the ovarian events and ovarian hormone levels during menstrual cycle. Name hormones A and B. A എന്ന് പറയുന്ന ഹോർമോൺ അത് ലൂട്ടിയൽ ഫേസിന്റെ സമയത്ത് പീക്കിൽ പോയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് പ്രൊജെസ്ട്രോൺ. ഇത് ഏത് ഹോർമോൺ ആണ്? പ്രൊജെസ്ട്രോൺ ആണ്. ആൻഡ് ബി എന്ന് പറയുന്ന ഹോർമോൺ ഓവുലേഷന്റെ സമയത്ത് പീക്കിൽ പോയിട്ടുണ്ട്. സോ ബി എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആണ്. റൈറ്റ് ദ ovarian events during ovulatory phase. ഇപ്പം 14ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ദി ഓവുലേറ്ററി ഫേസ്. അതിനെയാണ് നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് വിളിക്കുന്നത്. സോ നമുക്കറിയാം, അതായത് ഈ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ഇങ്ങനെ പൊട്ടും, റപ്ചർ ചെയ്യും, എന്നിട്ട് ഓവത്തിനെ റിലീസ് ചെയ്യും അല്ലെ? ഇത് നടക്കുന്നത് മിഡിൽ ഡേ ഓഫ് ദ സൈക്കിൾ, അതായത് 14ാമത്തെ ദിവസമാണ് ഇത് നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഹോർമോൺ ആയിട്ടുള്ള LH ആണ്. അതായത് LH സർജ്, LH പീക്കിൽ പോകും, അതാണ് LH സർജ്. ആ സമയത്താണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യുന്നത്? റപ്ചർ ചെയ്യുന്നതും ഓവം റിലീസ് ചെയ്യുന്നതും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓവുലേഷൻ. ഇതാണ് ഓവുലേറ്ററി ഫേസിൽ നടക്കുന്നത്. ആൻഡ് ആ ഡേ കൂടി പഠിച്ചു വെച്ചോളാം, 14th ഡേ, അതായത് മിഡിൽ ഓഫ് ദി അല്ലെങ്കിൽ മിഡിൽ ടു ഡേ ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Diagram of a human blastocyst is given below. Identify A and B. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഇംപ്ലാന്റ് ആവുന്നത്. ഓക്കെ, ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത് ബ്ലാസ്റ്റോസിസ്റ്റിനാണ്. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ, അതിനെ വിളിക്കുന്ന പേരെന്താണടാ? ഈ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേര് ദാറ്റ് ഇസ് കോൾഡ് ആസ് ട്രോഫോബ്ലാസ്റ്റ്. ട്രോഫോബ്ലാസ്റ്റ്. ആൻഡ് ദ ഇന്നർമോസ്റ്റ് സെൽസ്, ഈ സെൽസ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉള്ളിൽ കാണുന്നത്, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇന്നർ സെൽ മാസ്. ഇന്നർ സെൽ മാസ്. പോരാ, AB ഐഡന്റിഫൈ ചെയ്തിട്ട് കാര്യമില്ല, ഫംഗ്ഷൻ കൂടി എഴുതണം. ട്രോഫോബ്ലാസ്റ്റിനാണ് എൻഡോമെട്രിയത്തിനോട് അറ്റാച്ച്മെന്റ് നടക്കുന്നത് അല്ലെ? അതായത് ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോബ്ലാസ്റ്റ് വന്നിട്ടാണ് എൻഡോമെട്രിയമായിട്ട് ഇംപ്ലാന്റ് ആവുന്നത്. ഓക്കെ, യെസ്. അറ്റാച്ച്ഡ്, അറ്റാച്ച്ഡ് ഓർ അറ്റാച്ച്മെന്റ്, അങ്ങനെ പറയാം. അറ്റാച്ച്മെന്റ് ടു endometrium or it gets attached to the endometrium during implantation. Okay, and also trophoblast ആണ് എന്തായി മാറുന്നത്? പ്ലാസെന്റയായി മാറുന്നത്. ഓക്കെ, ഇന്നർ സെൽ മാസ് എന്തായി മാറുന്നു? അതൊരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, എക്സ്പാൻഡ് STIs. എന്താണ് STI? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഗിവ് 2 എക്സാമ്പിൾസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് HIV ഇൻഫെക്ഷൻ എഴുതാം, സൈഫിലിസ് എഴുതാം, ഗൊണോറിയ എഴുതാം, ട്രൈക്കോമോണിയാസിസ്, ക്ലെമിഡയാസിസ്. 2 എഴുതിയാൽ മതി. 2 മതി അല്ലേ? 2, ചിലപ്പോൾ 4 ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ കംപ്ലീറ്റ് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോളാം. റൈറ്റ് any 2 preventive measures of STIs. എന്തൊക്കെയാ പ്രിവെന്റീവ് മെഷേഴ്സ്? ഓൾവേസ് യൂസ് കോണ്ടംസ്. ഓൾവേസ് യൂസ് കോണ്ടംസ്. പിന്നെ നമുക്ക് എന്ത് പറയാടാ? അതായത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഓർ അൺനോൺ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സെക്സ് ഒഴിവാക്കുക അല്ലെ? അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് or unknown partners. യെസ്. അപ്പൊ 2 പോയിന്റ്സ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് ശ്രദ്ധിക്കുക, ഒരാൾ യൂസ് ചെയ്ത നീഡിലോ സിറിഞ്ചോ യൂസ് ചെയ്യാതിരിക്കുക. സിംറ്റംസ് കണ്ടു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക അല്ലെ? യെസ്, ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, a wide range of contraceptive methods are presently available. Explain the 2 surgical methods advised for male and female partners, a terminal method to prevent any more pregnancies. അതായത് ഇനി അങ്ങോട്ട് പ്രഗ്നന്റ് ആവണ്ട എങ്കിൽ
നമ്മൾ സർജറി വഴി ഒരു കോൺട്രാസെപ്ഷൻ നടത്തുന്നുണ്ട് അല്ലെ, മെയിലും ഫീമെയിലും നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന ചോദ്യം. സോ നമുക്കറിയാം മെയിലാണെങ്കിൽ ഈ വാസ് ഡിഫറൻസ് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നു, അതിനെ വിളിക്കുന്ന പേര് വാസെക്ടമി. ആൻഡ് ഫീമെയിൽ ആണെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നു, അതിനെ വിളിക്കുന്ന പേരെന്താണ്, ട്യൂബക്ടമി ആണ്. ഇതാണ് നിങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഡിഫറെന്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ഗിവൻ ബിലോ, സെലക്ട് ദ കറക്റ്റ് ടേം ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ക്ലാസിഫിക്കേഷൻ ടേബിൾ. നമുക്കിവിടെ ഓൾറെഡി ഹിന്റ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പല ടൈപ്പ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടല്ലേ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ മെത്തേഡ്, ബാരിയർ മെത്തേഡ്, സർജിക്കൽ മെത്തേഡ്. ഇത് കൂടാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് പഠിച്ചിട്ടില്ലേ? യെസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ IUDs പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ മെത്തേഡിലാണ് ലാക്ടേഷൻ അമിനോറിയ, പീരിയോഡിക് അബ്സ്റ്റിനൻസ് വരുന്നത്. അത് കൂടാതെ എന്തുകൂടി വരുന്നുണ്ട്, കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെ. എന്ത് വരുന്നുണ്ട്, കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഓക്കെ, ബാരിയർ മെത്തേഡില് നാച്ചുറൽ മെത്തേഡിൽ ലാക്ടേഷൻ അമിനോറിയ, കോയിറ്റസ് ഇന്ററപ്റ്റസ്, പീരിയോഡിക് അബ്സ്റ്റിനൻസ് 3 പഠിച്ചിട്ടുണ്ട്. ബാരിയർ മെത്തേഡിൽ ഡയഫ്രം, സെർവിക്കൽ ഗ്യാപ്സ്, വോൾട്ട് ആൻഡ് അത് കൂടാതെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, കോണ്ടംസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഓറൽ കോൺട്രാസെപ്റ്റീവിലാണ് പിൽസ് വരുന്നത്. സർജിക്കൽ മെത്തേഡിൽ ട്യൂബക്ടമി വരുന്നു ആൻഡ് ഓൾസോ വാസെക്ടമി വരുന്നു. IUDസിലാണ് കോപ്പർ T, കോപ്പർ 7 ആൻഡ് ഓൾസോ മൾട്ടി ലോഡ് 3, 7, 5 വരുന്നത്. അപ്പൊ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിലൂടെ തന്നെ നമ്മൾ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അടുത്ത ചോദ്യം, ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ ബെയറിംഗ് പ്ലാന്റ്സ് ഓഫ് സ്നാപ് ഡ്രാഗൺ പ്രൊഡ്യൂസ്ഡ് ഓൾ പ്ലാന്റ്സ് വിത്ത് പിങ്ക് ഫ്ലവേഴ്സ് ഇൻ F1 ജനറേഷൻ. അതായത് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റെഡ് ഫ്ലവർഡ് പ്ലാന്റ്സിനെയും വൈറ്റ് ഫ്ലവർഡ് പ്ലാന്റ്സിനെയും ക്രോസ് ചെയ്തപ്പം ഏത് പ്ലാന്റ്സ് ആണ്, സ്നാപ് ഡ്രാഗൺ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ കിട്ടിയിരിക്കുന്നത് എന്താ, റെഡും അല്ല വൈറ്റും അല്ല, പിങ്ക് ഫ്ലവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഈ ജനറ്റിക് ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, അതായത് ഡൊമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ് റെഡ് ആണ്, റെസസീവ് വൈറ്റ് ആണ്. അപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ്ലി ഡൊമിനന്റ് ഓവർ സ്മോൾ ആർ ആണ്. അതുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള പിങ്ക് കളർ കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. സോ ഇല്ലുസ്ട്രേറ്റ് F2 ജനറേഷൻ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രോസ് ഒന്ന് ഫസ്റ്റ് മുതൽ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലെ. സോ റെഡ് ഇൻറ്റു വൈറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിരിക്കുന്നത് എന്താണ്, പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്സ് ആണ്. സോ സെക്കൻഡ് ജനറേഷൻ കാണണമെങ്കിൽ F1 ഇൻറ്റു F1 സെൽഫ് പോളിനേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ചെയ്യുക. നമ്മളോട് പ്യുന്നറ്റ് സ്ക്വയർ വരച്ചത് എന്നെ ക്രോസ് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ കൃത്യമായിട്ട് പ്യുന്നറ്റ് സ്ക്വയർ വരയ്ക്കുക. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ റെഡ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ പിങ്ക് ആണ് വരുന്നത് അല്ലെ. സ്മോൾ ആർ വന്നാലോ വൈറ്റ് ആണ് വരുന്നത്. സോ നമുക്ക് ഒരു റെഡ്, 2 പിങ്ക് ആൻഡ് 1 വൈറ്റ് വന്നിട്ടുണ്ട്. സോ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് 1:2:1. ഇപ്പൊ ജീനോട്ടിപ്പിക് റേഷ്യോ ഒരു ക്യാപിറ്റൽ ആർ 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ 1 സ്മോൾ ആർ. സോ ജീനോട്ടിപ്പിക് റേഷ്യോയും എന്ത് തന്നെയാണ്, 1:2:1. അതായത് 2 റേഷ്യോസും സെയിം ആണ്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പെഡിഗ്രി അനാലിസിസ്? എന്താ പെഡിഗ്രി അനാലിസിസ്? അതായത് ഒരു ഫാമിലി ഹിസ്റ്ററിയിൽ സെവറൽ ജനറേഷനിലൂടെ ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഡിസോർഡർ എങ്ങനെയാണ് പാസ് ചെയ്ത് വരുന്നത് അല്ലെ, അതിനൊരു അനാലിസിസിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അതിനൊരു പെഡിഗ്രി ചാർട്ട് ഉണ്ടാവും. ഈ പെഡിഗ്രി ചാർട്ടിൽ ധാരാളം സിമ്പിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിമ്പിൾസ് കൃത്യമായിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. 2 ചോദ്യങ്ങളുണ്ട്. ആദ്യം, വാട്ട് ഈസ് പെഡിഗ്രി അനാലിസിസ്? ഇറ്റ് ഈസ് ദി അനാലിസിസ് ഓഫ് എ പെർട്ടിക്കുലർ ട്രേറ്റ് പാസിംഗ് through several generations of a family history. A particular trait passing through several generations of a family history. So simples, easy are simples. Yes, ഇതെന്താണ്, വട്ടം മാത്രം ഫീമെയിൽ, പെട്ടി മാത്രം മെയിൽ ആണ്. ആൻഡ് ദിസ് ഇസ് മേറ്റിംഗ് അല്ലെങ്കിൽ മാരേജ്. ഇനി ഒരു പെട്ടി ഒരു വട്ടം നടുക്കൊരു സിംഗിൾ ലൈൻ ആണെങ്കിൽ മേറ്റിംഗ്, 2 ലൈൻ വന്നാലോ മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, അതായത് കോൺസാങ്ഗ്വിനസ് മേറ്റിംഗ് ആണ്. ഇനി ഒരു ഡയമണ്ട് ഷേപ്പ് വന്നിട്ടുണ്ടെങ്കിൽ സെക്സ് അൺസ്പെസിഫൈഡ്. ഓക്കെ, ഒരു വട്ടത്തിന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതായത് എഫക്റ്റഡ്
female. Okay? Yes. അടുത്ത ചോദ്യം. Characters of a certain genetic disorders are given below. Identify the given disorders. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. Sex linked recessive disorder that affect the clotting of blood. അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു രോഗം വരുന്നു, ഒരു ജനറ്റിക് ഡിസോർഡർ വരുന്നു. ഇതൊരു സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണ്. That is called as hemophilia. റോയൽ ഡിസീസ് അല്ലെങ്കിൽ ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം ഒരു ചെറിയ വൂണ്ട് ഉണ്ടെങ്കിൽ പോലും, മുറിവുണ്ടെങ്കിൽ പോലും ധാരാളം രക്തം നഷ്ടപ്പെടുന്നു. അടുത്തത് ഡിസോർഡർ കോസ്ഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിട്ടുള്ളത് 2 ആൽഫ 2 ബീറ്റാ ചെയിനെ കൊണ്ടാണ് അല്ലേ. ഈ ബീറ്റാ ഗ്ലോബിൻ ചെയിന്റെ 6ാം സ്ഥാനത്ത് വരേണ്ടിയിരുന്ന അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. പക്ഷെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ ആര് വന്നിരിക്കും? വാലിൻ വന്നിരിക്കും. അപ്പൊ അബ്നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ അബ്നോർമൽ ആയാൽ ഹീമോഗ്ലോബിൻ ഡിഫക്റ്റീവ് ആകും. യെസ്, അപ്പോ നമ്മൾ RBC സിക്കിൾ ഷേപ്പിലേക്ക് വളയുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ. അടുത്തത് the inborn error metabolism and affected individual lacks an enzyme that convert phenylalanine to tyrosine. ഇത് ജനിക്കുമ്പോൾ തന്നെ മെറ്റബോളിസത്തിൽ വരുന്ന തകരാറാണ്, ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണ്. അതായത് ഒരു എൻസൈം ഇല്ല. ഇപ്പൊ ഫിനൈലലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ടൈറോസിൻ ആക്കി മാറ്റേണ്ട ഒരു എൻസൈം ഇവിടെ ഇല്ല. ഇപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഒരു അമിനോ ആസിഡ് ആണ് ഫിനൈലലനിൻ. ഇതിനെ നമ്മൾ മറ്റൊരു അമിനോ ആസിഡ് ആയിട്ട് മാറ്റും. അതാണ് ടൈറോസിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഫിനൈലലനിന്റെ കൂടെ ഒരു OH ഗ്രൂപ്പ് വന്നാലേ അത് ടൈറോസിൻ ആയിട്ട് മാറുന്നുള്ളൂ. അപ്പൊ ആ OH ഗ്രൂപ്പിന് ആഡ് ചെയ്യുന്നത് ഒരു എൻസൈം ആണ്, ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം. ഈ എൻസൈം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഫിനൈൽ അലനിൻ ടൈറോസിൻ ആയിട്ട് മാറുന്നില്ല. അതിന് പകരം ഫിനൈൽ അലനിൻ കെട്ടിക്കിടന്നത് എന്തായിട്ട് മാറും? ഫിനൈൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഇത് നമ്മളെ ബ്രെയിനിലൊക്കെ കെട്ടിക്കിടന്ന് നമുക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ വരുന്നുണ്ട് അല്ലേ. യെസ്, അത് ഏത് രോഗമാണെന്ന ചോദ്യം. ദാറ്റ് ഇസ് ഫിനൈൽ കീറ്റോന്യൂറിയ. ഫിനൈൽ കീറ്റോന്യൂറിയ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡേഴ്സ് അല്ല, ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ. യെസ്, ഹീമോഫീലിയ ആണ് സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ കേട്ടോ. ഓക്കെ, അടുത്ത ടേബിൾ നമുക്ക് നോക്കാം. ഇതിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരിയോടൈപ്പും സിംറ്റംസും കൊടുത്തിട്ടുണ്ട്. സോ ട്രൈസോമി 21 ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പാം ഭയങ്കര ബ്രോഡ് ആയിരിക്കും, അതേപോലെ ഷോർട്ട് സ്റ്റേച്ചേർഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഡൗൺസ് സിൻഡ്രോം ആണ് അല്ലേ. ഓക്കെ, അടുത്തത് ബി നോക്കിക്കേടാ. ഗൈനക്കോമാസ്റ്റിയ, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ മെയിൽ, അതാണ് ഗൈനക്കോമാസ്റ്റിയ. സോ 44A plus XXY കണ്ടീഷൻ, ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം ആണ്. ഇത് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. ഓക്കെ, ടേണർ സിൻഡ്രോം 44 പ്ലസ്, അതായത് 44 ഓട്ടോസോംസ് പ്ലസ് XO കണ്ടീഷൻ. പൊതുവേ സ്ത്രീകൾക്ക് XX ക്രോമസോം ആണ് വരുന്നത്. ഒരു X ക്രോമസോം ആബ്സെന്റ് ആണ്, ഒരൊറ്റ X ക്രോമസോം മാത്രമേ അപ്പൊ ഉണ്ടാവുള്ളൂ. മോണോസോമി ഓഫ് X ക്രോമസോം. ആൻഡ് സിംറ്റംസ് റുഡിമെന്ററി ഓവറി. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഓവറി റുഡിമെന്ററി ആയിരിക്കും, ഇവർ സ്റ്റിറൈൽ ആയിരിക്കും. ആൻഡ് ഓൾസോ ഹൈറ്റ് വളരെ കുറവായിരിക്കും അല്ലെ, ഷോർട്ട് ആയിട്ടുള്ള ഫീമെയിൽ ആയിരിക്കും. യെസ്, സെറ്റ് ആയല്ലോ. അത്രയേ ഉള്ളൂ. ഈ 10 ചോദ്യങ്ങൾ ഇല്ലാത്ത ചോദ്യ പേപ്പറുകൾ നമ്മൾ പൊതുവെ കണ്ടുവരാറില്ല. സോ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഈ 10 ചോദ്യങ്ങളും എന്ത് ചെയ്യുക, അതായത് നമ്മൾ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരുടെ ലൈക്ക് ചെയ്യാൻ പറയാം, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ